അല്ല ആരൊക്കെ ഇപ്പൊ ഈ വരുന്നി കേറി വരി. ആ കേറി വാടാ. ഇങ്ങളെ കാണാതെ ആയപ്പോ ഞാൻ വിചാരിച്ചു ഇനി ഇന്ന് വരൂലേക്കാരെന്ന്. നേരം കൊറേ ആവും ചെയ്തല്ലോ. ഒന്നും പറയണ്ടടി, ഈ കണ്ട ബ്ലോക്കൊക്കെ അല്ലേ, പിന്നെ പറയും വേണ്ട മഴയും. അതുകൊണ്ടാണ് നേരം വൈകിയത്. എന്തായാലും ഇരുട്ടായാലും വരും എന്നുള്ളത് വിചാരിച്ചീന്ന്. എന്തായാലും കേറി വരി രണ്ടാളും. വാടാ. വായ. ഇരിക്കടി. ഇരിക്ക് മോനെ. ആ ഇരിക്ക. എന്തൊക്കെ എന്നിട്ട് വർത്താനൊക്കെ? നല്ല വർത്താനടി, കൊഴപ്പൊന്നുമില്ല. അല്ല പെണ്ണെവിടെ? പെണ്ണും കാക്കയൊന്നും വന്നിട്ടില്ലല്ലോ. പെണ്ണിനെ കൊടുന്നിട്ടില്ലേ, പെണ്ണും ഇല്ല ഓലപ്പയും ഇല്ല. ഞാന് മോന്റെ പിന്നാലെ വണ്ടിമ്മ അങ്ങോട്ട് പോരുക ചെയ്തത്. ഇപ്പൊ ഓര് അറിഞ്ഞ് ഇജ്ജ് പോയി കണ്ടോ, ഒരു വേറൊരു പെണ്ണാണല്ലേ ഉള്ളൂ, പിന്നെ നിക്കാവും നിശ്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കില് അപ്പൊ എല്ലാവർക്കും കൂടി പോവാന്ന് പറഞ്ഞു. അതാ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി പോകുന്നത്. ആ അതെന്തായാലും നന്നായുള്ളൂ. ഇനിയിപ്പൊ നിക്കാവും നിശ്ചയൊക്കെ ഉണ്ടാവുമ്പോ വന്നാ മതിയല്ലോ. അല്ല എന്നിട്ട് എവിടെ റൂബി സെമീറൊക്കെ എവിടെ? റൂബി അത് റൂമിലുണ്ട്. ഇപ്പൊ കുളിയൊക്കെ കഴിഞ്ഞാണ്ടാണ് അകത്തേക്ക് പോയിക്കണ്. സെമീർ പിന്നെ അപ്പുറത്തെ എവിടെ ഉണ്ടായിരുന്നു. ഏ ഇമ്മല്ലേടി ഇവിടെ? ഇമ്മാന്റെ ഒച്ചൊന്നും കേക്കാനില്ലല്ലോ. ആ ഇമ്മ അവിടെ അകത്തുണ്ടാവും. ഉമ്മ അങ്ങനെ ഇങ്ങനെ ഒന്നും പുറത്തേക്കൊന്നും വരില്ല, വല്ലാതെ ചെവിയൊന്നും കേൾക്കൂല. അത് കാരണം അങ്ങനെ പുറത്തേക്കൊന്നും വരൂല. ഇജ്ജ് അതൊക്കെ വിട്, ഞാൻ ചായ എടുത്തോണ്ട. ചായയൊക്കെ പിന്നെ എടുക്കാടി. എന്നാ ഞാൻ ഇപ്പൊ വരട്ടോ, നിങ്ങൾ അവിടെ ഇരിക്കേ. ഞാൻ എങ്ങനെയാ പറയുള്ളൂട് സെമീറാനെ ഇന്ന് കാണാൻ വന്നിക്കണെന്നുള്ളത്? നിങ്ങള് എന്ത് പറയാൻ വേണ്ടിയില്ല. ഞാൻ സെമീറാനെ എനിക്ക് പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടെന്നുള്ളത് തുറന്നു പറഞ്ഞാല് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും, ഉറപ്പാ. റബ്ബേ, ഞാൻ ചേത്താന്റെ കടലിന്റെ നടുവില് പെട്ട അവസ്ഥ ആയല്ലോ. വല്ലാത്തൊരു കഷ്ടം. ഞാൻ പറഞ്ഞു നോക്കട്ടെ, മോളിന്നെ എന്താ പറയാന്ന് ആർക്കറിയാം. ആ റൂബിയെ, ഈ റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക? അല്ല റൂബി, എനക്കിന്ന് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഇപ്പൊ ക്ലാസ് ഇല്ല. ആ എളയമ്മ എപ്പളാ വന്ന്? ആ സെമീർ ഈ എവിടെയായിരുന്നടി? ഞാൻ അന്നെ ചോദിച്ചപ്പോ ഇജ്ജ് പുറത്തേന്ന് അറിഞ്ഞ്. ആ പുറത്തേന്ന്, രണ്ടാള് കൊറേ നേരമായി വന്നിട്ട്. ആ ഞങ്ങൾ ഇതിപ്പോ ഇങ്ങോട്ട് വന്നിട്ടുള്ളു. ഞാനേ അടുക്കളന്റെ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഇജ്ജ് ഇങ്ങോട്ട് എത്തിക്കണ? ആരെങ്കിലും ഒരു വർത്താനം കേട്ടാ അപ്പ വരും ചിറുൽ ചിങ്ങാണ്ട്. പോയി അപ്പുറത്തേക്ക് പോടി, അല്ലെ ഞാൻ ചായയും കടിയൊക്കെ കൊണ്ട് കൊടുന്നേച്ച് കൊടുക്ക്. ചായക്കെ എടുക്കാ നിക്കി. അല്ല ഓനെന്താ ഒന്നും മുണ്ടാതിരിക്കണേടി? അനക്ക് റൂബിനെ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ലേ? ഓ എനിക്കിപ്പ എന്താ, ഞാന് എന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ഇനിയിപ്പൊ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് കാര്യൊന്നും ഇല്ലല്ലോ. ഓന് റൂബിനല്ല പെണ്ണ് കാണാൻ വന്നിക്കണത്, സെമീറാനെയാണ്. ഓനക്ക് സെമീറാനെയാണ് ഇഷ്ടം. ഓനക്ക് കുടുംബത്തിന്ന് വേണ്ടാന്ന് പറഞ്ഞു. സെമീറാനെ? അനക്കറിയില്ല സെമീറ എന്റെ മകളല്ലാന്നുള്ളത്? പിന്നെ ഇജ്ജ് ഇങ്ങനെ ഒരു വർത്താനം ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇജ്ജ് എന്റെ മക്കളും കൂടി ഇന്നെ പറ്റിക്കേനുല്ലേ, ഒരാളെ കളിയാക്കിങ്ങാണ്ട്. ആ അതുകൊണ്ട് തന്നെയാണ് ഓൻ പറഞ്ഞത് ഓനക്ക് കുടുംബത്തിന്ന് വേണ്ട. സെമീറ പിന്നെ എന്റെ മകളല്ലാന്നുള്ളത് ഓനക്ക് അറിയണല്ലേ. അപ്പൊ ഓൻ പറഞ്ഞ് കുടുംബത്തിന്ന് എന്തായാലും കല്യാണം വേണ്ടാന്നാ പറയണത്. ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ സെമീറാനെ കല്യാണം കഴിക്കുള്ളൂ. അത് ഞാന് ഉറപ്പിച്ചു പോകുന്നതാണ്. ഇജ്ജ് പെണ്ണ് കെട്ടേ പെണ്ണ് കെട്ടാതിരിക്കേ എന്താ ചൈക്കോ, അതിന് ഇക്കിപ്പ എന്താ വേണ്ടത്? പെണ്ണ് കെട്ടണോ കെട്ടണ്ടെന്നുള്ളത് ഞാനെ തീരുമാനിക്കാന്. കെട്ടുകയാണെങ്കിൽ സെമീറാനെ കെട്ടുള്ളൂ. ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും അവൾക്ക് സംഭവിച്ചു കഴിഞ്ഞാല് അപ്പൊ എന്റെ സ്വഭാവം മാറും. നിങ്ങൾ നീച്ചാണേ, നമുക്ക് പോവാ.
ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. നീച്ചാണി ഇമ്മാതിരി വർത്താനം അങ്ങ് പറഞ്ഞങ്ങാണ്ടേ നിങ്ങൾ ആരും ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. നിങ്ങൾ പൊയ്ക്കോളി. കൂടുതൽ വർത്താനം വഷളാവണേന്റെ മുന്നേ നിങ്ങൾ ഇറങ്ങി പൊയ്ക്കോളി. അതാണ് നിങ്ങൾക്ക് നല്ലത്. ആ പൊയ്ക്കോളി. എന്താണ് ഇവിടെ ഒരു വർത്താനം? ആ ഖദീജ എപ്പോഴാടി വന്നേ? ആ അമ്മ ഞാൻ അതിപ്പോ കൊറച്ചേരായി വന്നിട്ട്. എന്താണ് നിങ്ങൾ തമ്മിലൊരു വർത്താനൊക്കെ? എന്ത് ഉറക്കനെ കേക്കണത്? അയ് എന്റെ മകൻ ഷാഫിക്കേ സെമീറാനെ ഇഷ്ടാണ്, കല്യാണം കഴിക്കാനെന്ന് പറഞ്ഞേ. അപ്പൊ അങ്ങനെ ഞങ്ങള് വന്നതാണ് പെണ്ണാണ് അനിച്ചിട്ട്. അപ്പൊ ഇവളിപ്പൊ പറഞ്ഞത് കല്യാണം കഴിച്ചു കൊടുക്കൂലെന്നാ പറയണത്. പെണ്ണ് കാണാനോ? അതിന് സെമീറാന്റെ കാര്യേ ഓളപ്പേണ് ഒക്കെ തീരുമാനിക്കല്, അല്ലാതെ ഇവിടെ ഉള്ളവരൊന്നും അല്ല. ഓളപ്പ വന്നിട്ട് എന്താച്ച നിങ്ങളോട് പറയും. ഇനിയിപ്പൊ നിങ്ങള് പോവാൻ നോക്കിപ്പോ. ഓളെ വാപ്പയാണ് ഓളെ കാര്യം തീരുമാനിക്കണെന്ന് ഇപ്പൊ നിങ്ങള് പറഞ്ഞല്ലോ. പക്ഷെ ഇന്റെ വാക്കിനൊരു വില ഉണ്ടാവുമെന്ന് ഞാനും നോക്കട്ടെ. ഇന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലേ ഈ കല്യാണം നടക്കൂല. വേഗം വിട്ടോളി നിങ്ങള്, ഇറങ്ങിക്കോളി ഇവിടുന്ന്. എന്നമ്മ ഞങ്ങള് പോട്ടെട്ടെ എന്നാല്. സെമീറ ഞങ്ങൾ പോയിട്ടാ. നടക്ക്. ഓളൊരു പെണ്ണാലോചിച്ച് ഇങ്ങനെ വന്നിക്കണ്. എന്താ തള്ള മര്യാദക്ക് ഒരു മൂലക്ക് ഇരിക്കുക നിങ്ങൾക്ക് നല്ലത്. വെറുതെ ഈ കാര്യത്തിൽ നിങ്ങൾ ഇടപെടാൻ നിൽക്കണ്ട. ഇത് ഞാനും എന്റെ അഞ്ചത്തിയും കൂടിയുള്ള കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾ എന്തായാലും തല ഇടണ്ട. വന്നിക്കണ് ഇങ്ങനെ നിരങ്ങിങ്ങാണ്ട്. സെമീറ മര്യാദക്ക് പോയിക്കോ. അണക്കുള്ള ഞാൻ തരാടി. കുറച്ചും കൂടി കഴിയട്ടെ, അണക്കുള്ള ഞാൻ തരട്ടോ. അതുകൊണ്ട് ആര് വന്നാലും ഓലെ മുന്നിൽ ചെറു വിളിച്ചിട്ട് ഇങ്ങനെ വന്ന് നിക്കണട്ടോ. എന്നോട് ഞാൻ എപ്പോഴും പറച്ചിലുണ്ട് ഇങ്ങനെ വലിഞ്ഞേറിങ്ങനെ വന്ന് നിക്കരുത് എന്നുള്ളത്. ഇത് ഒറ്റൊരു കാരണമാണ് ഓൾക്ക് വന്ന കല്യാണാലോചന ഇപ്പൊ മുടങ്ങിയത്. ഒരു പൂങ്കണ്ണീരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ ആയി എന്നോളെ വിചാരം. കേറി പോടി ഔത്ത്. ജാല കാണിച്ചാൽ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ വന്ന് നിക്കണത് ഒക്കെ കഴിഞ്ഞില്ലേ?